ഗൈസ്, അപ്പോൾ നമ്മൾ പാട്രിയോട്ട് റിവ്യൂവിലേക്ക് വരാം. അപ്പം പാട്രിയോട്ട് റിവ്യൂ എന്നുള്ളത് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് നമ്മുടെ മോഹൻലാലും മമ്മൂട്ടി കുഞ്ചാക്കോവനും അതേപോലെ ഫഹദ് ഫാസിലും കൂടി വന്നു. അപ്പം കുറേ പേര് ഇങ്ങനെ ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് തന്നെ ഞങ്ങളിവിടെ 9:10 ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പം കുറേ പേര് ചോദിച്ചത് പടം എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് DM ഫുൾ മെസ്സേജിന്റെ പെരുമഴയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ പടത്തിലേക്ക് വരികയാണ്. ഫസ്റ്റ് തന്നെ പറയാം, ഇതൊരു മാസ് കോമഡി അങ്ങനത്തെ ഒരു ഫിലിം ഒന്നല്ല. ഇതൊരു ശക്തമായിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു ഡ്രാമാറ്റിക് ഫിലിമാണ്. അപ്പം നമ്മൾ ആ ഫീൽഡിൽ പടം കാണണം. കുറെ പേര് ഇതിനിപ്പോ നെഗറ്റീവും പോസിറ്റീവായിട്ട് കുറെ പേര് വരും. പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറെ ഹൈപ്പ് ഉണ്ട് ആൾക്കാർക്ക്. ഈ പടം എന്താവും ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പടം കഴിഞ്ഞ് വരും, ഇത് നെഗറ്റീവാണ് ഫുള്ള്, അതിലൊന്നുമില്ല ഉണ്ട്. ഇതിൽ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവസീനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. പിന്നെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് എന്നുള്ളത് ആദ്യം മുതൽ അവസാനം വരെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അതിൽ മമ്മൂട്ടിയുടെ കുറച്ച് ഡയലോഗായിട്ട് വരുന്നുള്ള ഒരു മ്യൂസിക് ഉണ്ട്, അത് നല്ല ഹൈലൈറ്റ് ആണ്. പിന്നെ മോഹൻലാലിന്റെ സീൻ വരുന്ന സമയത്ത് അവിടെ കുറച്ചൊരു ഫൺ എലമെന്റ്സും കുറച്ചൊരു അവൻ മോഹൻലാലിന്റെ പ്രസൻസിന് നമുക്കൊരു ഭയങ്കര ഡിഫറെന്റ് ഫീൽ ചെയ്യും. പിന്നെ കുഞ്ചാക്കോവന്റെ ക്യാരക്ടർ ആണെങ്കിൽ അതെ, അതേപോലെ നമ്മളെ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ, അതാണ് മെയിൻ വില്ലൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആണ്. പിന്നെ ഓവർ ഹൈപ്പോട്ട് കാണാനുള്ള പടമൊന്നുമല്ല. പക്ഷെ മൂവി ക്വാളിറ്റി ആണെങ്കിലും അതിന്റെ മ്യൂസിക്സ് ആണെങ്കിലും ഓരോ സീൻസ് കട്ട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി ഫിലിമാണ്. കുറെ പേര് അതേ ഫസ്റ്റ് പറഞ്ഞ കാര്യം, കുറെ പേര് ഇതേ നെഗറ്റീവ് പോസിറ്റീവായിട്ട് വരും. നമുക്കൊരു വൺ ടൈം വാച്ചോളായിട്ട് പറയാം. അതാണ് നമുക്കൊരു മാസ് പടം അല്ലെങ്കിൽ കോമഡി പടം അതൊന്നല്ല, ഒരു സീരിയസ് മൂവിയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കാണണം. ഓക്കെ ബൈ.